നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ഫിസിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ എസ്ഐ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി. കണ്ടോ, നമ്മുടെ ഫിസിക്സിന്റെ +1 ഫസ്റ്റത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് ദ എസ്ഐ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി? എന്താണ് ആൻസർ വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും. എന്താണ്? ഓപ്ഷൻ ബി, കാൻഡിലയാണ്. അല്ലേ, കാൻഡിലയാണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അല്ലേ, ഏതൊക്കെയാണ്? അതെ, മാസിന്റെ എസ്ഐ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ലെങ്തിന്റെ എന്താണ്? മീറ്റർ ആണ്. അല്ലേ, പിന്നീട് ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ ആണ്. പിന്നെ ടൈമിൻ്റെത് സെക്കൻഡ് ആണ്. പിന്നെ എന്താ നമ്മൾ പഠിച്ചേ? പിന്നീടുള്ളതാണ് എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെത് മോളാണ്. പിന്നീട് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, അല്ലേ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആംബിയർ ആണ്. പിന്നീട് ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണ് കാൻഡില. ഓക്കെ അല്ലേ? ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റ് 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റികളുടെ ഉണ്ട്. ഏതൊക്കെയാണ്? പ്ലെയിൻ ആംഗിളും അതുപോലെ തന്നെ സോളിഡ് ആംഗിളും. അതിൽ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താ വരുന്നത്? റേഡിയൻ ആണ്. സോളിഡ് ആംഗിൾ ആണെങ്കിൽ സ്റ്റെറേഡിയൻ ആണ്. സോ മറക്കരുത്, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അതിന് നമ്മൾ SI യൂണിറ്റുകൾ എന്ന് പറയാറുണ്ട്. ഓരോന്നും അതിന്റെ യൂണിറ്റും പഠിച്ചു വെക്കുക. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, കാൻഡിലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാസ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് മെഷേർഡ് ടു ബി 4.237 gram and its volume is known to be 2.51 centimeter cube. Considering the rule of number of significant figures in the result of calculation, the density of object is correctly expressed as. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഒബ്ജക്റ്റിന്റെ മാസ് 4.237 gram ആണ്. അതിൻ്റെ വോളിയം 2.51 സെന്റിമീറ്റർ ക്യൂബുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നതും നമ്മുടെ ഫസ്റ്റത്തെ ഫിസിക്സിൻ്റെ യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ മാസ് നോക്കിയേ, മാസ് 4.237 gram ആണ്. അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് 2.51 സെന്റിമീറ്റർ ക്യൂബുമാണ്. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ മാസിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 1, 2, 3, 4 ഉണ്ട്. അല്ലേ, വോളിയത്തിൽ 2.51 ആണ്. 2.51 ആണ്. അപ്പോൾ ആകെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ ആലോചിക്കുക, മാസ് ബൈ വോളിയം ആയ ഡെൻസിറ്റിയിൽ ഇതിലുള്ള മിനിമം എത്രയാണ്? 3 അല്ലേ? അതിൽ ഡെൻസിറ്റിയിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വേണം? ഈ മാസ് ബൈ വോളിയം കണ്ടുപിടിച്ച്, അതായത് ഡെൻസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് അതിനെ റൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 1.6880 അങ്ങനെയാ പോകുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 1.6880 എന്ന് പറഞ്ഞ് പോകും. സോ നമ്മുടെ ആൻസറിൽ നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരണമെങ്കിൽ 1.68 കണ്ടോ, 1.6880. സോ 1.68 വരെ മാത്രം മതി. 111 കണ്ടോ, 1.68 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റൗണ്ട് ചെയ്തു. സോ നമ്മുടെ ആൻസർ എന്ത് വരും? 1.68 ആണോ? അല്ല. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതായത് അതിൻ്റെ ആൻസർ അതല്ല. ശ്രദ്ധിക്കുക, 1.68 അതായത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് നമുക്കതിനെ റൗണ്ട് ചെയ്യണം. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ 3 കഴിഞ്ഞ് 4ാമത്തെ ഡിജിറ്റ് ഏതാണെന്ന് നോക്കണം. 4ാമത്തെ ഡിജിറ്റ് 5ൽ കൂടുതലാണെങ്കിൽ, എന്താണ്? 4ാമത്തെ ഡിജിറ്റ് 5ൽ കൂടുതലാണെങ്കിൽ ഈ നിലവിലുള്ള നമ്പറിനോടൊപ്പം 1 കൂട്ടണം. അങ്ങനെയല്ലേ നമ്മൾ റൗണ്ട് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്? അല്ലേ? ആണ്. അപ്പോൾ ഈ 4ാമത്തെ ഡിജിറ്റ് ആയ 8 5-നേക്കാൾ കൂടുതലാണ്.
സോ നമ്മൾ എന്ത് വേണം? നിലവിലുള്ള ലാസ്റ്റ് ഡിജിറ്റായി 8നോടൊപ്പം ഒന്നുകൂടി കൂട്ടി 9 അല്ലേ? സോ നമുക്ക് എന്ത് വരും ഇവിടെ? 1.69 എന്ന് വരും. 1.69 ആയിരിക്കും ആൻസർ വരുന്നത്. മനസ്സിലായോ? ഇനി ഈ പറഞ്ഞ 8 എന്നുള്ളത് ഇവിടെ ഈ 8 എന്നുള്ളത് ഒരു 4 3 ഒക്കെ ആണെന്നിരിക്കട്ടെ. 4 3 ഒക്കെ ആണെങ്കിൽ എന്താ 5 താഴെയാണ് അല്ലേ? സോ 5 താഴെയാണെങ്കിൽ നമ്മൾ എന്ത് വേണം? 5 താഴെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ലാസ്റ്റ് എൻട്രി ചെയ്തിരിക്കുന്ന ആ ഡിജിറ്റിൽ നിന്ന് 1 കുറയ്ക്കണം. അതായത് ഇവിടെ ഇപ്പോൾ 8 ആണെന്നുണ്ടെങ്കിൽ 1 കുറയ്ക്കുമ്പോൾ 7 വരും. സോ 1.67 എന്നായിരിക്കും വരിക. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് റൗണ്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മുടെ ആൻസർ എന്താണ്? 1.69 ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a consequence of law of conservation of angular momentum? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഗ്രാവിറ്റി ആണോ? അല്ല. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഗ്രാവിറ്റിയിൽ ഒരിക്കലും എന്താണ് ഈ പറഞ്ഞ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഒന്നും വരുന്നില്ല അല്ലേ? അതുപോലെ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ് ഇൻ സ്പേസ് അത് വരുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം സർഫസ് ടെൻഷനും മറ്റു ചില കാര്യങ്ങളൊക്കെയാണ്. സോ അതും വരില്ല. അടുത്തത് സർക്കുലാർ ഓർബിറ്റ് ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലാർ ഓർബിറ്റലിൽ പോകുന്നു. അത് ആംഗുലാർ മൊമെന്റവുമായി ബന്ധമുണ്ടോ? ഇല്ല. ഇനി ഓപ്ഷൻ ഡി കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ അതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ നമ്മൾ ആംഗുലാർ മൊമെന്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത് നോക്കാം. അതായത് നമ്മുടെ കെപ്ലേഴ്സ് സെക്കൻഡ് ലോയിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ? ദ ലൈൻ സെഗ്മെന്റ് ദാറ്റ് ജോയിൻ ദ സൺ ആൻഡ് ദ പ്ലാനറ്റ് ഓൾവേസ് സ്വെപ്റ്റ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. നമ്മൾ ഇതുപോലെയാണ് പഠിക്കുന്നത്. സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് പഠിക്കുന്നത്. ഓക്കെ. അതായത് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പ്ലാനറ്റ് ആൻഡ് ദ സൺ സ്വെപ്റ്റ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ബിക്കോസ് ഇറ്റ്സ് ആംഗുലാർ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ് ആണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണ് ആംഗുലാർ മൊമെന്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ റിക്വയർഡ് ഫോർ എ ബോഡി ടു ബിക്കം എ സാറ്റലൈറ്റ് ഓഫ് എർത്ത് ഈസ്. അതായത് എന്താണ് വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ റിക്വയർഡ് ഫോർ എ ബോഡി ടു ബിക്കം സാറ്റലൈറ്റ്. ഒരു ബോഡി സാറ്റലൈറ്റ് ആയി മാറണമെങ്കിൽ അതിന്റെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചേ, എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. റേഡിയസ് ഓഫ് എർത്ത് ക്യാപിറ്റൽ ആർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ മാസ് ഓഫ് എർത്ത് ക്യാപിറ്റൽ എം ആണെന്നും പറയുന്നുണ്ട്. ആണല്ലോ. ഇനി നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി എന്താണ്? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് പോകാൻ വേണ്ടുന്ന മിനിമം ആ ഒരു വെലോസിറ്റിയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാറ്റലൈറ്റ് അല്ലേ, ഒരു സാറ്റലൈറ്റിന് വേണ്ടുന്ന എസ്കേപ്പ് വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും ആരാണ്? എസ്കേപ്പ് വെലോസിറ്റിയിലേക്ക് പോകാൻ വേണ്ടുന്ന ആ ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് അല്ലേ? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിൽ നിന്ന് പോകുന്ന ആ ഒരു സാറ്റലൈറ്റിന് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ ആവശ്യമുള്ള ആ ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം എന്താണ്? G(m)/r² അല്ലേ? ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ സാറ്റലൈറ്റിന് റിവോൾവ് ചെയ്യാൻ ആവശ്യമായ സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്താണ്? mv²/r ആണ് അല്ലേ? mv²/r ആണ്. അപ്പോൾ നമുക്ക് മാസ് രണ്ടും കട്ട് ചെയ്തു. പിന്നെന്താണ്? ഇവിടെ ഒരാറ് കട്ട് ചെയ്തു, ഒരാറ് കട്ട് ചെയ്തു. ബാക്കി എന്തൊക്കെയാ ഉള്ളത്? Gm/r ഇസ് ഈക്വൽ ടു എന്താണ്? ഇപ്പൊ Gm/r ഇസ് ഈക്വൽ ടു നമുക്ക് v² എന്ന് കിട്ടി. അതിൽ നമുക്ക് എന്തെഴുതാം? v ഇസ് ഈക്വൽ ടു √Gm/r ആണ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ അണ്ടർഗോയിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഗിവൺ ബൈ x is equal to a sin omega t plus psi if v is the velocity and which of the following is incorrect. കണ്ടോ? അതായത് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് അല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പോകുന്ന ഒരു പാർട്ടിക്കിളിന്റെ
ഡിസ്പ്ലേസ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇനി വി അതിന്റെ വെലോസിറ്റി ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. സോ വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കും, ആണല്ലോ. അപ്പൊ എന്ത് വേണം? ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുത്ത് നോക്കാം. എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. കണ്ടോ? എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 അല്ലേ? എന്താ എ അതേപോലെ എഴുതി. സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്തായിരിക്കും? സൈൻ ഒമേഗ ടിയുടേത് കോസ് ഒമേഗ ടി ആണ്, ഇൻറ്റു ഒമേഗ ടിയുടേത് ഒമേഗയാണ്. അപ്പോൾ നമുക്ക് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വന്നു അല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് ആണ്. നമ്മുടെ ഓപ്ഷനിലുണ്ടോ? വി ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല ആൻസർ എന്ന് മനസ്സിലായി. ഇനി വേറെന്താ? വി ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. കണ്ടോ? ഓപ്ഷൻ ബി കണ്ടോ? ഓപ്ഷൻ ബി ഇതും എന്താണ്? വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ്. വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സ്പ്രഷൻ ആണ്. ഇനി വേറെന്തെങ്കിലും വരുമോ? ശ്രദ്ധിച്ചേ. എടാ നിങ്ങൾ നോക്കിക്കേ, നമ്മളൊരു ക്വാഡ്രന്റ് സിസ്റ്റം പഠിക്കുമ്പോൾ അല്ലേ, ഒരു ക്വാഡ്രന്റ് സിസ്റ്റം പഠിക്കുമ്പോൾ ഈ സൈനും അതുപോലെ തന്നെ കോസും തമ്മിലുള്ള ഒരു ആംഗിൾ ഡിഫറൻസ് എത്രയാണ്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ π/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റയാണ് അല്ലേ? സൈൻ π/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. അവ തമ്മിലുള്ള ഒരു ആംഗിൾ ഡിഫറൻസ് എന്താണ്? π/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെലോസിറ്റിയെ ഞാൻ എഴുതുന്ന പോലെ എഴുതാൻ പറ്റുമോ നോക്കിക്കേ. എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് π/2 ഇങ്ങനെ എഴുതി. എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് π/2. അതായത് സൈൻ കണ്ടോ? സൈൻ π/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാലും കോസ് തീറ്റ തന്നെയാണ്. അതായത് ഞാൻ ഈ എഴുതിയ സെയിം സാധനം ഇതാണ്. എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എയും കറക്റ്റ് അല്ലേ? ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നേ. എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് പൈ എന്നായി, പ്ലസ് 180 എന്നായി. സോ ഫേസ് ഡിഫറൻസ് 180 ആണോ? അല്ല, ഫേസ് ഡിഫറൻസ് π/2 ആണ്. സോ നമുക്ക് ഓപ്ഷൻ സി ആയിരിക്കും റോങ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻവാരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആക്സിലറേഷൻ ആണ് കേട്ടോ. ആക്സിലറേഷൻ ആണ് ആൻസർ വരുന്നത്. നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തിയററ്റിക്കലി ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് പോയിസൺസ് റേഷ്യോ സിഗ്മ ആർ. പോയിസൺസ് റേഷ്യോവിന്റെ തിയററ്റിക്കൽ വാല്യൂ ഇതിൽ ഏതാണ്? -0.5 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ 1, -1 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ 0.5, -0.5 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ 0.5 ആൻഡ് -1 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ 1. ഏതാണ് ആൻസർ വരുന്നത്? സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി -1 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ 0.5. അതായത് ആ പോയിസൺസ് റേഷ്യോന്റെ വാല്യൂ -1നും 0.5നും ഇടയിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. കണ്ടോ? ഇനി 0.5 ആണ് അതിന്റെ വാല്യൂ എങ്കിൽ നമ്മൾ പറയും പെർഫെക്റ്റ്ലി ഇൻകംപ്രസിബിൾ എന്ന് പറയും. ഇതാണ് പെർഫെക്റ്റ്ലി ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് പറയും. മനസ്സിലായോ? നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ? നമ്മുടെ കംപ്രസിബിലിറ്റി ഇല്ലേ, കംപ്രസിബിലിറ്റിയുടെ ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സോ 0.5 പെർഫെക്റ്റ്ലി ഇൻകംപ്രസിബിൾ ആണ്. പെർഫെക്റ്റ്ലി. ഇനി -1 ആണെങ്കിലോ? -1, അതായത് -1 വരുമ്പോൾ ദ മെറ്റീരിയൽ വിത്ത് നെഗറ്റീവ് പോയിസൺസ് റേഷ്യോ ആണ്. നമ്മൾ അതിനെ ഓക്സറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. മെറ്റീരിയൽ വിത്ത് നെഗറ്റീവ് പോയിസൺസ് റേഷ്യോ ഉള്ളതിനെ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എക്സ്പ്രഷൻ ഫോർ ബെർണോളീസ് തിയറം ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ്? കണ്ടോ? നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്? ഇൻകറക്റ്റ്. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് എക്സ്പ്രഷൻ ആണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ ആൻ ഐഡിയൽ ലിക്വിഡ് അല്ലേ, ഒരു ഐഡിയൽ ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്റ്റഡി ആയിട്ടുള്ള നോൺ വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് അല്ലേ. ആ ലിക്വിഡിന് എന്തായിരിക്കും, ദ സം ഓഫ് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് എച്ച് റോ ജി ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറം പറയുന്നത്. ഫോർ എ സ്റ്റഡി നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ലിക്വിഡ് ടോട്ടൽ എനർജി റിമെയിൻസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ, പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് എച്ച് റോ ജി സീക്വൽ ടു എ കോൺസ്റ്റന്റ്. യെസ്, ഓപ്ഷൻ ബിയിൽ വരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുകയാണ്, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസ്. ഇപ്പോൾ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ പെർ യൂണിറ്റ് മാസം അത് കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ, ആണ്. അപ്പോൾ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസം എനിക്ക് എങ്ങനെ എഴുതാം, പി ബൈ റോ പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ബൈ റോ പ്ലസ് എച്ച് റോ ജി ബൈ റോ. വേറൊന്നുമില്ല, റോ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതും ഒരു കോൺസ്റ്റന്റ് ആണെന്ന് എനിക്ക് പറഞ്ഞൂടെ. അതായത് പി ബൈ റോ പ്ലസ് ഹാഫ് വി സ്ക്വയർ പ്ലസ് എച്ച് ജി ഒരു കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? നമ്മുടെ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ അത്? പി ബൈ റോ പ്ലസ് എച്ച് ജി പ്ലസ് ഹാഫ് വി സ്ക്വയർ. യെസ്, ഓപ്ഷൻ എ ആണ്. അപ്പോൾ അത് രണ്ടും കറക്റ്റാണ്. ഇനി നമുക്ക് ഈ ബെർണോളിസ് തിയറത്തിൻ്റെ ഈ എക്സ്പ്രഷനെ വേറെ ഏതെങ്കിലും രീതിയിൽ മാറ്റാൻ പറ്റുമോ? നോക്കിയടാ, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. ടോട്ടൽ എനർജി ഇതാണ്. അപ്പോൾ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ നോക്കിയേ, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, വി സ്ക്വയർ ബൈ 2g പ്ലസ് പി ബൈ റോ ജി പ്ലസ് എച്ച് ഇസ് എ കോൺസ്റ്റന്റ് എന്ന് വരും. സോ ഇതും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ മാച്ച് ആകാത്തത് ഏതാണ്? ഹാഫ് വി സ്ക്വയർ പ്ലസ് പി ബൈ റോ പ്ലസ് റോ ജി എച്ച് ആണ്. സോ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്താണ്? സർഫസ് ടെൻഷൻ നമുക്കറിയാം, ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലേ. സർഫസ് ടെൻഷൻ എന്താണ്? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താടാ? ന്യൂട്ടൺ ആണ്. ബൈ ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. സോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സർഫസ് ടെൻഷന്റെ യൂണിറ്റ്. ഓപ്ഷനിലുണ്ടോ? യെസ്, ന്യൂട്ടൺ പെർ മീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എമൗണ്ട് ഓഫ് ഹീറ്റ് Q raises the temperature of 1 gram of material A by 3 degrees Celsius and 1 gram of material B by 4 degrees Celsius. Which material has the greatest specific heat capacity? ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വസ്തുവിൻ്റെ 1 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തുവിൻ്റെ താപനില 3 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ ആവശ്യമായ ഹീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 4 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മെറ്റീരിയലിനായിരിക്കും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായിട്ടുള്ളത്? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തുവിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ കൊടുക്കേണ്ടുന്ന ടെമ്പറേച്ചർ ആണ് ആ വസ്തുവിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ആണല്ലോ? ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി Q. ഇവിടെ 2 മെറ്റീരിയൽ തന്നതുകൊണ്ട് തന്നെ QA എന്നും QB എന്നും കൊടുക്കുവാണ് കേട്ടോ. QAയും QBയും. അപ്പോൾ നമ്മുടെ ബേസിക് ഫോർമുല Q ഈസ് ഈക്വൽ ടു, ഓർമ്മയുണ്ടോ? MC തീറ്റ അല്ലെങ്കിൽ Q ഈസ് ഈക്വൽ ടു MC ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്നുള്ളത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് കേട്ടോ. Q എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്, M എന്ന് പറഞ്ഞാൽ മാസ് ആണ്, C എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ QA മെറ്റീരിയൽ എയുടെ Q എന്തായിരിക്കും? അതിൻ്റെ കൊടുക്കുന്ന ഹീറ്റ് എന്തായിരിക്കും? എമൗണ്ട് ഓഫ് ഹീറ്റ് എന്തായിരിക്കും? M ഇൻറ്റു അതിൻ്റെ മാസ് എത്രയാ? 1 ഗ്രാം തന്നെയാണ്. സോ അതവിടെ നിൽക്കട്ടെ. ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് അതാണ് വേണ്ടത്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് A അല്ലേ. ഇനി ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാ? 3 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ 3 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്തത് ബിയുടെ എന്ത് വരും? അതിൻ്റെയും M ഇൻറ്റു CB ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമുക്കിവിടെ പ്രോബ്ലം ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല, ആർക്കാണ് കൂടുതലെന്നേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഫോർമുല Q ഈസ് ഈക്വൽ ടു MC ഇൻറ്റു ഡെൽറ്റ ടി ആണ് അല്ലേ.
അതിൽ നിന്ന് നോക്കിയടാ, എനിക്ക് ഡെൽറ്റ ടീനെ അല്ലെങ്കിൽ സി എങ്ങനെ എഴുതാം? സി എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യൂ ബൈ എം ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെടാ. സി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എം ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെ? അതായത് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി അല്ലേ? അതായത് സ്പെസിഫിക് ഹീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൂടുതൽ ആർക്കാണ്? 3 ഡിഗ്രി സെൽഷ്യസ് ഉള്ള എയ്ക്കാണോ 4 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ബിക്കാണോ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൂടുതൽ ആർക്കാണ്? ടെമ്പറേച്ചർ കൂടുതലായ ആളിന് സ്പെസിഫിക് ഹീറ്റ് കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറവായ ആളിനായിരിക്കും സ്പെസിഫിക് ഹീറ്റ് കൂടുതൽ. അപ്പം ടെമ്പറേച്ചർ കുറവ് 3 ഡിഗ്രിയാണ്, 3 ഡിഗ്രി ഉള്ളത് എയ്ക്കാണ്. സോ എയ്ക്കായിരിക്കും എന്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതൽ വരുന്നത്. ഓപ്ഷൻ എ, മെറ്റീരിയൽ എ. ഈ ഒരു ഫോർമുല മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 1 mole of an ideal gas undergoes isothermal expansion to double its initial volume at 100 degrees Celsius. In terms of universal gas constant R, the amount of work done on gas is approximately. എന്താ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിച്ചേ. നമ്മുടെ എവിടുത്തെ ക്വസ്റ്റനാ? തെർമോഡൈനാമിക്സ് ഓർമ്മയുണ്ടോ? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ അല്ലേ? ഐസോതെർമൽ വർക്ക്, അഡിയബാറ്റിക് വർക്ക്. അപ്പോൾ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഒരു ഐസോതെർമൽ എക്സ്പാൻഷന് വിധേയമാകുമ്പോൾ അല്ലേ, അതിന്റെ ഇനിഷ്യൽ വോളിയം ഡബിൾ ആകുന്നു അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 100 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ ഇനിഷ്യൽ വോളിയം എന്താണ്? ഇരട്ടിയാവുന്നു. ഇനി അവിടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R വന്നിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ഗ്യാസ് അപ്രോക്സിമേറ്റ്ലി, നമുക്ക് വേണ്ടത് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ്. അപ്പോൾ നമ്മൾ ഐസോതെർമൽ വർക്ക് പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഐസോതെർമൽ വർക്ക് W is equal to RT into അല്ലേ, RT into log V2 by V1. RT log V2 by V1 ആണ് നമ്മൾ ഐസോതെർമൽ വർക്ക് പഠിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ശരിക്കും ഇത് കാണുമ്പോൾ ആരും ടെൻഷനൊന്നും ആവണ്ട. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കംപ്ലീറ്റ് ആ ഒരു ചാപ്റ്റർ എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ കഴിയുന്നതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഒന്ന് മനസ്സിരുത്തി പഠിച്ചിരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതായി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ W is equal to RT ln V2 by V1 ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അതിൻ്റെ ഇനിഷ്യൽ വോളിയം V1 ആയിരുന്നു നമുക്കറിയാം. ഓക്കെ, ഇനിഷ്യൽ വോളിയം V1 തന്നെയാണ്. ഇനി ഫൈനൽ വോളിയം എന്തായി? ഡബിൾ ഇറ്റ്സ് വോളിയം. അതായത് V2 എന്നുള്ളത് 2 times ഓഫ് V1 ആണ്. കാരണം വോളിയം ഡബിൾ ആയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്കാണ് നമുക്ക് വേണ്ടത്. സോ വർക്കിന്റെ എക്സ്പ്രഷൻ വർക്ക് ഈസ് ഈക്വൽ ടു R ഇൻറ്റു T ഇൻറ്റു ലോഗ്. നോക്കിയടാ, V2 by V1 ആണ്. ഇവിടെ V2 എന്താ? ഇവിടെ V2 എന്ന് പറഞ്ഞാൽ 2V1 ആണ്. സോ 2V1 by V1 കണ്ടോ? 2V1 by V1. സോ V1ഉം V1ഉം ക്യാൻസൽ ചെയ്ത് പോയി. എന്താ? W is equal to RT ഇൻറ്റു ലോഗ് 2 എന്ന് കിട്ടി അല്ലേ? നമ്മുടെ ഓപ്ഷനിലുണ്ടോടാ? ഓപ്ഷനിൽ ലോഗ് W is equal to RT ലോഗ് 2 എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതായത് നമ്മുടെ ഓപ്ഷനിൽ ആറിൻ്റെ ടേം വരുന്നുണ്ട്, ലോഗ് 2ഉം വരുന്നുണ്ട്, T എങ്ങുമില്ല അല്ലേ? T എങ്ങുമില്ല. അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? 373 കെൽവിൻ അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വലൻ ടു 273 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വലൻ ടു 373 കെൽവിൻ ആണ്. സോ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ R ഇൻറ്റു 373 ഇൻറ്റു ലോഗ് 2 കണ്ടോ? സോ എന്താ നമ്മുടെ ആൻസർ വരുന്നത്? 373 ln R, ln to R. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ഫോമുല അറിയാമെങ്കിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. എ ഗ്യാസ് മിക്സർ ഓഫ് ടെമ്പറേച്ചർ T consists of 3 gases denoted by 1, 2 and 3. If their molecular masses are related by m1 greater than m2 greater than m3, their RMS velocities are related as. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഗ്യാസ് മിക്സർ ആണ് അല്ലേ? ഗ്യാസ് മിക്സറിന്റെ ടെമ്പറേച്ചർ T ആണ്. അതിനകത്ത് 3 ഗ്യാസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ മാസ് m1 ഗ്രേറ്റർ ദാൻ m2 ഗ്രേറ്റർ ദാൻ m3 ആണെന്ന് പറയുന്നുണ്ട്. അവയുടെ RMS വെലോസിറ്റി അറിയണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് RMS വെലോസിറ്റി എന്ന് പറയുന്നത്. RMS വെലോസിറ്റി ഓഫ് ഗ്യാസ്. ഗ്യാസിന്റെ RMS വെലോസിറ്റി എന്താ? √3RT/m. √3RT/m നമ്മൾ പഠിച്ചിട്ടുണ്ട്
അല്ലേ? RMS വെലോസിറ്റി √3RT/m. ഓക്കെ, ഇതിൽ 3യും R'ും Tയും ഒക്കെ അങ്ങ് കോൺസ്റ്റന്റ് ആക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി നോക്കിയടാ V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m എന്ന് പറഞ്ഞൂടെ? P ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m അല്ലേ? അതായത് ഞാൻ പറയാണ് V1/V2 ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? V ഈസ് പ്രൊപ്പോർഷണൽ ടു V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m എന്ന് പറഞ്ഞാൽ √mന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മോളിക്കുലാർ മാസ് അവിടെ കൂടുവാണെങ്കിൽ വെലോസിറ്റി കുറയും എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. മോളിക്കുലാർ മാസ് കൂടുമ്പോൾ വെലോസിറ്റി കുറയും. അപ്പോൾ മോളിക്കുലാർ മാസ് ഏറ്റവും കൂടുതലായിരുന്ന ആൾ ആരാണോ അവർക്കായിരിക്കും RMS വെലോസിറ്റി ഏറ്റവും കുറവ്. അപ്പോൾ M1 > M2 > M3 ആണെങ്കിൽ അതിൻ്റെ RMS വെലോസിറ്റിയുടെ ഓർഡർ നേരെ തിരിച്ചല്ലേടാ? നേരെ തിരിച്ചല്ലേ? VRMS1 > VRMS2 > VRMS3. കണ്ടോ? ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേടാ? അത് സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ V1/V2 എന്നുള്ളത് നമുക്ക് എന്തെഴുതാം? √M2/√M1 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a double slit experiment, the fringe width is found to be beta for red light, and if the distance between the slits is double and blue light is used, then എന്താണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ വേവ് ഒപ്റ്റിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഫ്രിഞ്ച് വിത്ത് ബീറ്റയാണ് അല്ലേ? ഫ്രിഞ്ച് വിത്ത് ഈസ് ഫൗണ്ട് ടു ബി ബീറ്റ ഫോർ റെഡ് ലൈറ്റ്, ആൻഡ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഡബിൾ, ആ സ്ലിറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഡബിൾ ആവുകയാണ്, ബ്ലൂ ലൈറ്റ് നമ്മളവിടെ യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, അൺചേഞ്ച്ഡ് ആണ്, ഡേറ്റ ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് ആൻസർ? എങ്ങനെ വരും? നമ്മൾ പഠിച്ചിട്ടുണ്ട് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ചേഞ്ച് ഇൻ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബീറ്റ ഈസ് ഈക്വൽ ടു λD/d. ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ബീറ്റ ഈസ് ഈക്വൽ ടു λD/d. ഇതിൽ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഫ്രിഞ്ച് വിഡ്ത്ത് ആണ്. ചേഞ്ച് ഇൻ ഫ്രിഞ്ച് വിഡ്ത്ത്. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ്? സ്ലിറ്റ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ലാംഡ എന്താണ്? ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് ആണ്, വേവ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡബിൾ ആക്കുവാണ്. വേവ് ലെങ്ത് ആദ്യം എന്തായിരുന്നു? റെഡ് ലൈറ്റ് ആയിരുന്നു യൂസ് ചെയ്തത്, പിന്നെ നമ്മളത് ബ്ലൂ ലൈറ്റ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കിയടാ. ഇവിടെ ബീറ്റയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് ഈ പറഞ്ഞ ലാംഡയും അതുപോലെ തന്നെ ഡിയും. ബീറ്റയുടെ വാല്യൂ ലാംഡയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്, അതുപോലെ തന്നെ ബീറ്റയുടെ വാല്യൂ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. അതായത് ബീറ്റയുടെ വാല്യൂ ലാംഡയ്ക്ക് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ കൂടിയ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും? ആ ചേഞ്ച് ഇൻ ഫ്രിഞ്ച് വിഡ്ത്ത് കൂടുതലായിരിക്കും, വേവ് ലെങ്ത് കൂടിയ ലൈറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യം റെഡ് ലൈറ്റ് ഉപയോഗിച്ചു, പിന്നീട് ബ്ലൂ ലൈറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞു. റെഡ് ലൈറ്റിന് ബ്ലൂവിനേക്കാൾ കമ്പാരിറ്റീവ്ലി വേവ് ലെങ്ത് കൂടുതലാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആദ്യം റെഡ് ലൈറ്റ് യൂസ് ചെയ്തിരുന്നു, പിന്നീട് അത് ബ്ലൂ ലൈറ്റ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വേവ് ലെങ്ത് കുറയും. വേവ് ലെങ്ത് കുറയുമ്പം ബീറ്റയുടെ വാല്യൂ കുറയേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഫാക്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, അവിടെ വേവ് ലെങ്ത് കുറയുമ്പോൾ എന്താണ്? ഫ്രിഞ്ച് വിഡ്ത്ത് കുറയണം. ഓക്കെ, ബീറ്റ കുറയും. രണ്ടാമത്തെ കാര്യം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഡബിൾ. സ്ലിറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഇരട്ടിയാകുമ്പോൾ, അതായത് ഇവിടെ ഡി എന്നുള്ളത് 2D ആവും. എന്താണ്? ഡി എന്നുള്ളത് 2D ആവും. അപ്പോഴോ ബീറ്റ പ്രൊപ്പോർഷണൽ ടു 1/2D എന്നാവും അല്ലേ? അതായത് ഇവിടെ 2Dയുടെ വാല്യൂ കൂടി, ഇത് കൂടുമ്പോൾ ഇത് കുറയും അല്ലേ? അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് കൂടുമ്പോൾ അവിടെ ബീറ്റയുടെ വാല്യൂ കുറയും. അപ്പോൾ രണ്ട് രീതിയിലും ബീറ്റയുടെ വാല്യൂ അവിടെ കുറയുകയാണ് അല്ലേ? വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് ഉപയോഗിച്ചപ്പോൾ ബീറ്റയുടെ വാല്യൂ കുറഞ്ഞു, അതുപോലെ ഡിയുടെ വാല്യൂ ഡബിൾ ആയപ്പോഴും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറഞ്ഞ ബീറ്റയുടെ വാല്യൂ കുറയും. സോ ആൻസർ എന്ത് വരും? ബീറ്റ ഡിക്രീസസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ ഈസ് √3. When the block of material is placed in air, the Brewster's angle for the air material pair will be. ഓക്കെ, എന്താണ്? ഒരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ √3 ആണ്.
വെൻ എ ബ്ലോക്ക് ഓഫ് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എയറിലൊരു ബ്ലോക്ക് ഓഫ് മെറ്റീരിയലിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഫോർ ദ എയർ മെറ്റീരിയൽ പെയർ. അങ്ങനെയാണെങ്കിൽ ആ എയറിനും ആ എയർ മെറ്റീരിയൽ പെയറിനിടയിലുള്ള ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മുടെ എന്താണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ഒരു റിലേഷൻ നമ്മൾ പഠിക്കണം. നമ്മുടെ റേ ഓപ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റേ ഓപ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ റിലേഷൻ പറയുന്നത് എങ്ങനെയാണ്? ടാൻജന്റ് ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കണ്ടോ, ടാൻജന്റ് ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ടാൻജന്റ് ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയെന്ന് പറയുന്നുണ്ട്. ടാൻജന്റ് ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ നമുക്ക് അറിഞ്ഞുകൂടാ, തീറ്റ എന്ന് കൊടുക്കാം. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ടാൻ അല്ലേടാ, ടാൻ. ഇപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ പറഞ്ഞേക്കുന്നത്? √3 ആണ്. സോ ടാൻ തീറ്റയുടെ വാല്യൂ √3 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് √3 ആണ്. ടാൻ ഇൻവേഴ്സ് √3 എത്രയാണ്? 60 ഡിഗ്രി. കേട്ടോ, 60 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ദ ടൈപ്പ് ഓഫ് പമ്പിംഗ് മെക്കാനിസം എംപ്ലോയിഡ് ഇൻ എ റൂബി ലേസർ ഈസ് ആൻസർ ഓപ്ഷൻ സി, ഒപ്റ്റിക്കൽ ആണ്, തിയറി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ സ്പെക്ട്ര പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്രിസം ആൻഡ് ബൈ എ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്? ഇൻകറക്റ്റ് ആണ് വേണ്ടത് കേട്ടോ, വിച്ച് ഈസ് ഇൻകറക്റ്റ് ആണ്, ശ്രദ്ധിക്കണം. ഫസ്റ്റത്തെ പോയിന്റ്, ദ സ്പെക്ട്രം ഫോർ എ പ്രിസം ഈസ് മോർ ഇൻറ്റൻസ്. ഓക്കെ, ഒരു പ്രിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ മോർ ഇൻറ്റൻസ് ആണ്. ശരിയല്ലേ? ശരിയാണ്. അടുത്തത്, ഇൻ എ പ്രിസം ദ സ്പെക്ട്രം ഈസ് ഡീവിയേറ്റ് മോർ. ഓപ്ഷൻ ബി അവിടെ നിൽക്കട്ടെ, നമുക്ക് സിയിലേക്ക് നോക്കാം. ദർ ഈസ് ഓൺലി എ സിംഗിൾ സ്പെക്ട്രം ഫ്രം എ പ്രിസം വേറസ് ദർ ആർ മോർ ദാൻ വൺ സ്പെക്ട്രം ഫ്രം എ ഗ്രേറ്റിംഗ്. ശരിയാണ്. നമുക്കറിയാം എന്താണ് ഓൺലി സിംഗിൾ സ്പെക്ട്രം, ഒരു പ്രിസത്തിൽ നിന്ന് നമുക്കൊരു സിംഗിൾ സ്പെക്ട്രം മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്കൊരു ഗ്രേറ്റിംഗ് വഴി എന്താണ് ഒത്തിരി അധികം സ്പെക്ട്രം നമുക്ക് കിട്ടാറുണ്ട്. ശരിയാണ്. അടുത്തത് ഡി നോക്കിക്കേ, പ്രിസം യൂസസ് ഡിസ്പേർഷൻ വേറസ് ഗ്രേറ്റിംഗ് യൂസസ് ഡിഫ്രാക്ഷൻ ആൻഡ് പ്രൊഡ്യൂസ് സ്പെക്ട്രം. ഓക്കെ, അതും കറക്റ്റാണ്. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നേ, ഇൻ എ പ്രിസം സ്പെക്ട്രം റെഡ് ഈസ് ഡീവിയേറ്റഡ് മോർ. കറക്റ്റ് ആണോ? ഒരു സ്പെക്ട്രത്തിൽ, ഒരു പ്രിസം സ്പെക്ട്രത്തിൽ റെഡ് ആണ് മോറായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ശരിയാണോ? ശരിയല്ല കേട്ടോ. അതായത് ഒരു പ്രിസം സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആർക്കാണോ വേവ് ലെങ്ത് കുറവുള്ളത്, വേവ് ലെങ്ത് കുറവുള്ള ആളായിരിക്കും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. സോ റെഡിനെ സംബന്ധിച്ചിടത്തോളം വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അത് അല്ല മോർ ഡീവിയേറ്റ് ചെയ്യുന്നത്, വേവ് ലെങ്ത് കുറഞ്ഞ ബ്ലൂ പോലെയുള്ള ലൈറ്റുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ എന്ത് വരുന്നത്? ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ റെയിലേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ദ എമൗണ്ട് ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദ എമൗണ്ട് ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിലേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ദ എമൗണ്ട് ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത്. ഓപ്ഷനിലുണ്ടോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വേവ് ലെങ്ത് അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ തിയറി ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കാം. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ വേരീസ് വിത്ത് ഡിസ്റ്റൻസ് r ഫ്രം ദ ഡൈപോൾ ആസ്. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ വേരീസ് വിത്ത് ഡിസ്റ്റൻസ് r ഫ്രം ദ ഡൈപോൾ ആസ്. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് എ ഡൈപോൾ? ഒരു ഡൈപോളിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ് അറിയാമോ? V is equal to, ഓർമ്മയുണ്ടോ? 1/4π ε0 ഇൻറ്റു P cos θ ബൈ r സ്ക്വയർ, അല്ലെങ്കിൽ 1/4π ε0 P/r² എന്നാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ r² വരാൻ കാരണം എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ ആയതുകൊണ്ടാണ്. അതല്ല ഒരു പോയിന്റ് ചാർജ് ആയിരുന്നെങ്കിൽ, എന്ത് വരും? B is equal to 1/4π ε0 ഇൻറ്റു Q/r എന്ന് വന്നേനെ. ഓക്കെ, ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താടാ?
രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജിനെ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഡൈപോളിലേക്ക് വരുമ്പോൾ എന്താണ്, ഡൈപോൾ മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V is equal to 1/4πε0 P/r², അല്ലെങ്കിൽ P cos θ/r² ആണ്. ഒരു പോയിന്റ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε0 Q/r ആണ്. നമ്മൾ ഇക്വേഷനൊക്കെ ഡയറക്റ്റ്ലി പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡൈപോളിൻ്റെ ആയിരുന്നു. ഡൈപോൾ ആയതുകൊണ്ട് തന്നെ V is എന്താണ്, പ്രൊപ്പോർഷണൽ ടു, അല്ലെ, V is proportional to 1/r² എന്ന് കിട്ടും. V is proportional to 1/r². നമ്മുടെ ഓപ്ഷൻ C ആണ്. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, which of the following quantities does not obey the principle of superposition? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഒബേ ചെയ്യാത്തത് ആരാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി. ഏതാണ് ആൻസർ വരുന്നത് അറിയാമോ? എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ പറയുന്നത്? ഡിഫറെൻറ്റ് സോഴ്സുകൾ മൂലമുള്ള ഒരു ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്താണ്, ഓരോ സോഴ്സ് മൂലമുള്ള ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെ വെക്റ്റർ സമ്മിന് തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാണ് ഞാൻ പറഞ്ഞതിൽ വരാതിരുന്ന കാര്യം? വെക്റ്റർ സമ്മിന് തുല്യമെന്നാണ് പറഞ്ഞത്. അതായത് ഇലക്ട്രിക് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇതൊക്കെ എന്താണ്, വെക്റ്റർ സമ്മാണ്, വെക്റ്റർ ക്വാണ്ടിറ്റികളാണ്. എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി മാത്രമേ ഉള്ളൂ അതിൽ സ്കെയിലാർ ആയിട്ടുള്ളത്. സോ നമുക്കിവിടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിക്കാണ്. ഓക്കെ, വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി. ഓക്കെ അല്ലേ? അടുത്തത്, എ കണ്ടക്ടിങ് സ്ഫിയർ ക്യാരി ചാർജ് Q, ദ വർക്ക് റിക്വയർഡ് ടു മൂവ് എ ചാർജ് ഫ്രം എ പോയിന്റ് ഓൺ ദ സർഫസ് ടു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഒരു കണ്ടക്ടിങ് സ്ഫിയർ ഉണ്ട്, അതിൻ്റെ ചാർജ് Q ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഫിയറിൻ്റെ ഒരു ഭാഗത്തു നിന്ന്, ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ചാർജ് Q ആണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടുന്ന വർക്ക് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കണ്ടക്ടിങ് സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റിലും അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. കണ്ടോ? ഒരു കണ്ടക്ടിങ് സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതൊരു പോയിന്റ് എടുത്താലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അഥവാ വിയുടെ വാല്യൂ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. കണ്ടോ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. അതായത് ഇവിടെയും കോൺസ്റ്റന്റ്, ഇവിടുത്തെ വാല്യൂ തന്നെയായിരിക്കും, ഇവിടെയും, ഇവിടെ എവിടെ നോക്കിയാലും ഈ ഒരു വാല്യൂ തന്നെയായിരിക്കും. ഇനി എന്താണ് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്? അതായത് ഇവിടെ ഇരിക്കുന്ന ചാർജിനെ ഇതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇവിടുത്തെ വർക്ക്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് വർക്ക് എന്ന് നമുക്കറിയാം. വർക്ക് ഇസ് ഈക്വൽ ടു Q ഡെൽറ്റ V പഠിച്ചിട്ടുള്ളതാണ്. വർക്ക് ഇസ് ഈക്വൽ ടു Q ഡെൽറ്റ V. Q എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആൻസർ എളുപ്പം കിട്ടും. ഒരു സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ, ഒരു കണ്ടക്ടിങ് സ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം ഈച്ച് ആൻഡ് എവരി പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് പറഞ്ഞു. അതായത് അവിടെ പൊട്ടൻഷ്യലിന് ചേഞ്ച് ഇല്ല. പൊട്ടൻഷ്യലിന് ചേഞ്ച് ഉണ്ടോടാ? അതായത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇല്ല, അല്ലെങ്കിൽ 0 ആണ്. ഡെൽറ്റ വിയുടെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്തായിരിക്കും? Q ഇൻറ്റു ഡെൽറ്റ V 0 അല്ലേ? Q ഇൻറ്റു 0, വർക്കിൻ്റെ വാല്യൂ 0 ആണ്. കണ്ടോ? സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഇറ്റ് ഈസ് ഓൾവേസ് 0. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഈസ് ഓൾവേസ് 0. ഓക്കെ അല്ലേ? ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ എനർജി ഡെൻസിറ്റി ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് E. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ ആർ ഹാഫ്ഡ്, ദ എനർജി ഡെൻസിറ്റി ബിക്കം. ഓക്കെ, ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് വരാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ E ആണ്. ഓക്കെ, ഇനി ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നേർപകുതിയാക്കി. അങ്ങനെയാണെങ്കിൽ ദ എനർജി ഡെൻസിറ്റി ബിക്കം, എനർജി ഡെൻസിറ്റി എന്തായിട്ട് മാറും? അപ്പോൾ അത് അറിയുന്നതിന് മുന്നേ എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് അറിയാമോ? എനർജി ഡെൻസിറ്റി U ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ε0 ഇൻറ്റു E² ആണ്. കണ്ടോ? എനർജി ഡെൻസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാഫ് ε0 E² ആണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. E is equal to V/D അല്ലേ? അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബൈ D ആണ് നമുക്കറിയാം. E is equal to V/D ആണ്. നോക്കിയടാ, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു,
ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. എന്നിട്ട് 2ന്റെ വാല്യൂ എടുത്ത് 1ൽ കൊടുത്തു. പുട്ട് 2 in 1. അപ്പോൾ എന്ത് വരും? u is equal to 1/2 എപ്സിലോൺ 0 e സ്ക്വയർ അല്ലേ? ഇക്ക് പകരം b/d ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1/2 ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് വന്നു കേട്ടോ. ഇതാണ് നമുക്ക് എനർജി ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് പകുതിയാക്കി, ഈ ഡിസ്റ്റൻസ് ഹാഫ് ആക്കി, അതായത് ഡി എന്നുള്ളത് d/2 ആക്കി. കണ്ടോ, ഡി എന്നുള്ളത് d/2 ആക്കി. അപ്പോൾ എന്ത് വരും നോക്കിയേ? u is equal to, ശ്രദ്ധിക്കണം, ഇതിൽ ഡിയുടെ വാല്യൂ പകുതിയാക്കി എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഡി എന്നുള്ളത് d/2 ആക്കി. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു ബാക്കി 1/, ഡി എന്നുള്ളത് d/2 ആക്കി, d/2 ദ ഹോൾ സ്ക്വയർ എന്നാക്കി. അപ്പോൾ 1/2 ഇൻറ്റു എപ്സിലോൺ 0 വി സ്ക്വയർ ഇൻറ്റു d/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/d²/4 എന്നായി. കണ്ടോ? അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു എപ്സിലോൺ 0 വി സ്ക്വയർ ഇൻറ്റു ഈ 4 അങ്ങ് മുകളിൽ പോയി, 4 ഇൻറ്റു താഴെ d² അതുപോലെ ഉണ്ട്, d². കേട്ടോ? ഇനി 1/2 ഇൻറ്റു എപ്സിലോൺ 0 വി സ്ക്വയർ ബൈ d². ഇതിന് ഇത്രയും പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത്രയും പകരം യു എന്ന് എഴുതാം അല്ലേ? യു എന്ന് എഴുതാം. യു ഇൻറ്റു 4 അല്ലെങ്കിൽ 4 ടൈംസ് ഓഫ് യു. അതായത് പുതിയ യു ഡാഷ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ, എന്താവും? 4 ടൈംസ് ഓഫ് യു ആവും അല്ലേ? അപ്പോൾ എന്താ നമ്മുടെ ആൻസർ? 4 ഇൻറ്റു യു അല്ലെങ്കിൽ 4 ഇൻറ്റു ഇ എന്ന് പറയാം. ഇവിടെ എനർജി ഡെൻസിറ്റി അവർ ഇ ആയിട്ട് കൊടുത്തിരുന്നത് കൊണ്ട് നമുക്ക് ഇയിലെടുക്കാം. ഞാൻ യു ആയിട്ട് കൊടുത്തത് കൊണ്ടാണ് 4u വന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4e. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ എ ക്യാരിയിങ് എ ചാർജ് q ആൻഡ് മാസ് 2m and another particle B carrying a charge 2q and mass M, both enter a magnetic field perpendicular to the field and moving along circular path of same radii. Then the momentum of A equal to B, momentum of A half of B, momentum of A twice of B, momentum of A 4 times of B. എന്താ പറഞ്ഞേക്കുന്നത്? 2 പാർട്ടിക്കിൾ ഉണ്ടല്ലേ. പാർട്ടിക്കിൾ എ, അതിൻ്റെ ചാർജ് എന്താണ്? എയുടെ ചാർജ് q ആണ്, അതിൻ്റെ മാസ് 2m ആണ്. ഇനി മറ്റൊരു പാർട്ടിക്കിള് ബി ആണ്, ബിയുടെ ചാർജ് 2q ആണ്, അതുപോലെ തന്നെ അതിൻ്റെ മാസ് m ആണ്. ഈ 2 പാർട്ടിക്കിളും കൂടി എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കയറുന്നത്. അങ്ങനെ കയറുമ്പോൾ എന്താണ്? നമുക്കറിയാം അവിടെ ഒരു സർക്കുലാർ മോഷൻ ഉണ്ടാവും അല്ലേ? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുമ്പോൾ അവിടെ സർക്കുലാർ ഫ്ലോ അല്ലെങ്കിൽ സർക്കുലാർ മോഷനിലായിരിക്കും അവർ പോകുന്നത് നമുക്കറിയാം. പോകുന്നു, അവരുടെ റേഡിയസ് സെയിം ആണെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ കാര്യമാണ് പറയുന്നത്. നോക്കിയടാ, അപ്പോൾ ഇവിടുത്തെ റേഡിയസ് ഓഫ് സർക്കുലാർ പാത്ത് r എന്ന് പറഞ്ഞാൽ എന്താണ്? p/qb ആണ്. p/qb. p എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ് കേട്ടോ. പി എന്ന് പറഞ്ഞാൽ മൊമെന്റം. r is equal to mv. മൊമെന്റം അറിയാം, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. mv/qb ആണ് നമുക്കറിയാം അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മൊമെന്റം ഓഫ് എ ഈക്വൽ ടു ദാറ്റ് ഓഫ് ബി ആണോ? രണ്ടുപേരുടെയും മൊമെന്റം, എയുടെയും ബിയുടെയും മൊമെന്റം സെയിം ആണോ? അപ്പോൾ നോക്കി, ഇവിടേക്ക് 2 പേർക്കും സെയിം റേഡിയസ് ആണെന്ന് പറയുന്നുണ്ട്. 2 പേരുടെയും റേഡിയസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? QB ഈസ് ഈക്വൽ ടു m ഇൻറ്റു വി അല്ലെങ്കിൽ പി എന്ന് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? PA/QA ഈസ് ഈക്വൽ ടു PB/QB എന്ന് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. PA/QA ഈസ് ഈക്വൽ ടു PB/QB എന്ന് എഴുതാൻ സാധിക്കും. ഇതിൽ PA മൊമെന്റം ഓഫ് A ബൈ QA, QAയുടെ ചാർജ് എത്രയാണ്ടാ? ചാർജ് ഓഫ് A, ചാർജ് ഓഫ് A എന്ന് പറഞ്ഞാൽ Q ആണ്. ചാർജ് ഓഫ് B PB/ ചാർജ് ഓഫ് B എത്രയാണ്? 2Q ആണ് അല്ലേ? അതായത് നമുക്ക് PA/PB എന്നുള്ളത് Q/2Q എന്ന് എടുക്കാം അല്ലേ? ക്യൂവും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിക്കേ. PB ഈക്വൽ ടു 2 ടൈംസ് ഓഫ് PA. മൊമെന്റം ഓഫ് B ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ 2 ടൈംസ് ഓഫ് മൊമെന്റം ഓഫ് A. മൊമെന്റം ഓഫ് B ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് A എന്ന് പറഞ്ഞാൽ മൊമെന്റം ഓഫ് A ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് B അല്ലേ? മൊമെന്റം ഓഫ് A ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് B എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഈ ഒരു ഫോമുല ആലോചിച്ച് വയ്ക്കുക. എന്താണ്?
ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ യൂണിഫോംലി മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് കയറുമ്പോൾ ഉള്ള റേഡിയസ് r mv/qb ആണ്. ഇതെങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ള കാര്യം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യും അല്ലേ. അതായത് വേറൊന്നുമല്ല, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് അവർക്ക് ആ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് QVB mv²/r എന്ന് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഡിറൈവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടുന്നത്. ഫോർമുല പഠിച്ചു വെക്കുക, അതുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. An electromagnetic crane uses a magnetic field of strength B to lift a metal scrap of mass m up to height of h meters. The work done by the magnetic field is. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ A 0 ആണ് കേട്ടോ. ഓപ്ഷൻ A 0 ആണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്. ഫോഴ്സും മോഷൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വർക്ക് 0 ആണ്. സോ ഓപ്ഷൻ A ആണ് ആൻസർ. അടുത്തത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഹെഡ്സ് കേട്ടോ. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കാൾഡ് ആൻ അക്സെപ്റ്റർ സർക്യൂട്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്? സീരീസ് LCR, പാരലൽ LCR, സീരീസ് LC, പാരലൽ LC. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ A സീരീസ് LCR സർക്യൂട്ട് ആണ് കേട്ടോ. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സീരീസ് LCR സർക്യൂട്ടിൽ അറ്റ് റെസൊനന്റ് ഫ്രീക്വൻസിയിൽ അതിൻ്റെ ഓവറാൾ ഇമ്പിഡൻസ് വളരെ മിനിമം ആയിരിക്കും. അങ്ങനെ മിനിമം ആയിരിക്കുമ്പോൾ ഏത് ഡിസൈഡ് ഫ്രീക്വൻസിയിലുള്ള കറണ്ടിനെയും അതിന് പാസ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് എന്താണെന്ന് പറയുന്നത് സീരീസ് LCR സർക്യൂട്ടിനെ അക്സെപ്റ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയിലുള്ളതിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അത് സീരീസ് LCR ആണേ. കാരണം ഇമ്പിഡൻസ് മിനിമം ആണ്. അവർക്കത് ഇമ്പിഡൻസ് മിനിമം ആണ്. സോ ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്തത് ഇൻ റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻ ദ മൈനോറിറ്റി കറണ്ട് ഫ്ലോ ഫ്രം. ശ്രദ്ധിക്കണം, റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻ ആണ്. റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷനിൽ മൈനോറിറ്റി കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? N to P, P to N, നോ ഫ്ലോ ഓഫ് മൈനോറിറ്റി കറണ്ട് ബോത്ത് ഓൾവൈസ്. എന്താണ് ആൻസർ? റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷനിൽ മൈനോറിറ്റി കറണ്ട് ഫ്ലോ ഫ്രം P to N ആണ് കേട്ടോ. P to N ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The current amplification factor for common base configuration of a transistor is alpha and that of common emitter configuration is beta and they are related as. കണ്ടോ, ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. ക്ലാസ്സിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ് ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി. ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷനിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെയായിരിക്കും? ലൊക്കേറ്റഡ് നിയർ ദ മിഡ് പോയിന്റ് ഓഫ് DC ലോഡ് ലൈൻ, ലൊക്കേറ്റഡ് നിയർ ദ സാച്ചുറേഷൻ പോയിന്റ് ഇൻ ദ DC ലോഡ് ലൈൻ, ലൊക്കേറ്റഡ് നിയർ ദ കട്ട് ഓഫ് പോയിന്റ് ഓഫ് ദ DC ആൻഡ് ക്യാൻ ബി എനിവെയർ. ഏതാണ് ആൻസർ? ആ തിയറി നമ്മൾ അതുപോലെ പഠിക്കുന്നതാണ്. ലൊക്കേറ്റഡ് നിയർ ദ മിഡ് പോയിന്റ് ഇൻ ദ DC ലോഡ് ലൈൻ. ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ലാസ്റ്റ് കഴിഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒരു 30 ക്വസ്റ്റ്യൻസോളം നമ്മളതിൽ വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.